സീറോ മലബാർ സഭ ഗൾഫ് രാജ്യങ്ങളിലും സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുന്നു. സമീപഭാവിയിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും സഭയുടെ നേതൃത്വത്തിൽ പള്ളികളും ഈ മേഖലയ്ക്ക് മാത്രമായി ബിഷപ്പും എന്ന സംവിധാനം ഔദ്യോഗികമായി വന്നേക്കാം. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ UAE സന്ദർശനം ഇത്തരം ചർച്ചകൾ കൂടുതൽ സജീവമാക്കിയെന്നും സൂചനയുണ്ട്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും സീറോ മലബാർ സഭയുടെ അടിത്തറയും വിപുലമായ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി പല രാജ്യങ്ങളിലും സീറോ മലബാർ കുർബാനകളും മതപഠനങ്ങളും മറ്റും ഏറെ നാളായി നടന്നു വരുന്നുണ്ട്. സഭയ്ക്ക് വലിയ വേരോട്ടമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും കുർബാനയ്ക്ക് അനുയോജ്യമായ ഹാളുകൾ വാടകയ്ക്കെടുത്തും വിശ്വാസികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നുണ്ട്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന ഔദ്യോഗിക പദവിയിൽ ആദ്യമായി UAE-യിലെത്തിയ സഭയുടെ അധിപൻ മാർ റാഫേൽ തട്ടിലിന്റെ അബുദാബി, ഷാർജ, ദുബായ് സന്ദർശനത്തോടെ ഈ ചർച്ചകൾ വീണ്ടും ചൂടേറി. ദുബായിൽ നടന്ന കാത്തലിക് കോൺഗ്രസ് എന്ന കൂട്ടായ്മയുടെ മിഡിൽ ഈസ്റ്റ് ലീഡേഴ്സ് സമ്മേളനവും ഈ നടപടികൾ വിലയിരുത്തിയെന്നാണ് സൂചന. ജനറൽ സെക്രട്ടറി ബെന്നി പുളിക്കര ജയ്ഹിന്ദ് ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെ: എന്തായാലും സീറോ മലബാർ സഭയ്ക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് പുതിയൊരു എക്സാർക്കിയേറ്റ് വരുന്ന സാധ്യതകളൊക്കെ മാർപ്പാപ്പ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പോസിബിലിറ്റീസൊക്കെ സിനഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസിന് അതിനെങ്ങനെ ഒരു ആത്മായ സംഘടന എന്ന നിലയിൽ സഭയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് എൻ്റെ കോൺഫറൻസിൽ നടന്നത്. തീർച്ചയായിട്ടും കത്തോലിക്ക കോൺഗ്രസ് സഭയെ ശക്തിപ്പെടുത്തുന്ന, മിഡിൽ ഈസ്റ്റ് ശക്തിപ്പെടുത്തുന്ന എല്ലാ സാധ്യതകളും ചെയ്തു കൊടുക്കാമെന്നുള്ള ഒരു അഷുറൻസ് ആണ് തട്ടിൽ പിതാവിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. റോമിൽ നിന്നുള്ള അവസാനവട്ട നടപടിക്രമങ്ങളും അതാത് രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥകളും വേഗത്തിലായാൽ ഇനി സമീപ ഭാവിയിൽ സീറോ മലബാർ സഭ ഗൾഫ് രാജ്യങ്ങളിലും കൂടുതൽ സാന്നിധ്യം ശക്തമാക്കും. ഇതിനായുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം തുടർ ചർച്ചകൾ ആരംഭിച്ചുവെന്നാണ് സൂചന. ഇങ്ങനെ വന്നാൽ ഭാവിയിൽ സ്വന്തമായി പള്ളി, വൈദികർ, ബിഷപ്പ് എന്നിവയും സഭയ്ക്ക് വന്നേക്കാം. നിലവിൽ സീറോ മലബാർ ദിനാഘോഷങ്ങളും വിശുദ്ധന്മാരുടെ തിരുനാളുകളും കേരളീയ ശൈലിയിൽ വിദേശത്ത് നടന്നു വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും തൊഴിൽ തേടി നാടുവിടുന്ന വിശ്വാസികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുവരികയാണ്. ഇത്തരം കുടിയേറ്റക്കാരെ ആഗോളതലത്തിൽ ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്ന വലിയ ഉത്തരവാദിത്വവും സഭയുടെ പുതിയ നേതൃത്വം ഏറ്റെടുത്തതും ഈ നടപടികൾ വേഗത്തിലാക്കാൻ വഴി തുറന്നു. എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. Lulu Hypermarket, home delivered. Download the Lulu app now.